നമ്മളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് പറയേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ ഒരു ക്വസ്റ്റ്യനാണ് വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക പ്രധാനമായും 3 ഏരിയ എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. രണ്ടാമത്തെ ഏരിയ കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. പിന്നെ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡും അതേപോലെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അത് നമുക്കറിയാം. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം E = -del V ആണ്. അപ്പോൾ ഇവിടെ ഡെൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ്. ഡെൽ = I × δ/δx പ്ലസ് J × δ/δy പ്ലസ് K × δ/δz. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വരിക Ex × I cap plus Ey into j cap plus Ez into k cap equal to minus I into dou v by dou x minus j into dou v by dou y plus k into dou v by dou z. അപ്പോൾ ഇതിലെ എക്സ് കോമ്പണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് Ex = -dou v by dou x, Ey = -dou v by dou y, Ez = -dou v by dou z. അപ്പോൾ ഇത് പ്രോബ്ലത്തിൽ വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സപ്പോസ് നമുക്കൊരു സിറ്റുവേഷനിൽ പ്രോബ്ലത്തിൽ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. V = 3x² + 2y + 3. നിങ്ങളോട് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇലക്ട്രിക് ഫീൽഡ് E അറ്റ് ലൊക്കേഷൻ 110. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ റിലേഷൻ വരിക. ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ് കോമ്പണൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. Exൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു -dou v by dou x. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സാധാ ഡിഫറൻഷിയേഷൻ തന്നെ, ബട്ട് ചെറിയൊരു വ്യത്യാസം. ഇവിടെ എക്സിലാണ് ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഈ എക്സ് കോമ്പണൻ്റ് ഉള്ളതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ -6x. ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഡിഫറൻഷ്യൽ 0. ഇതേപോലെ നിങ്ങൾക്ക് y കമ്പണൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. Ey = -dou v by dou y. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ y ടേം ഒഴികെ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻഷ്യൽ 0. അപ്പോൾ ഈ ഇക്വേഷൻ വരിക -2 വരും. ഇതേപോലെ Ez കാൽക്കുലേറ്റ് ചെയ്യാം. Ez = -dou v by dou z. അപ്പോൾ -dou v by dou z എന്ന് പറഞ്ഞാൽ z ഫംഗ്ഷൻ ഉള്ളതിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. z ഫംഗ്ഷൻ ഉള്ള ഒരു ടേമും ഇല്ല. അപ്പോൾ ഡിഫറൻഷ്യൽ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0. അപ്പോൾ Ex, Ey, Ez ഇത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് E കാൽക്കുലേറ്റ് ചെയ്യാം. E എന്ന് പറഞ്ഞാൽ √(=
EX square plus EY square plus EZ square. അപ്പോൾ ഈ രൂപത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ. ഓക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ ഫസ്റ്റ് സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ സീരീസ് കോമ്പിനേഷനിൽ നിങ്ങൾക്കറിയാം, സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് സി. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക സി. അതിനെ നമ്മൾ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ 1/C = 1/C1 + 1/C2 + എക്സെട്ര ഈ രൂപത്തിലാണ് വരുന്നത്. ഇനി പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ നിങ്ങൾക്കറിയാം, പാരലൽ കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക C = C1 + C2 + എക്സെട്ര. അപ്പോൾ ഇതാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ കപ്പാസിറ്റൻസ് വരിക C = ε0A/d ആണ്. ഇനി ഇവിടെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് വരിക C = K × ε0A/d. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ കപ്പാസിറ്ററിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട് ഈ രൂപത്തിൽ. ഇവിടെയുള്ള പ്രത്യേകത, ഇതിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്. ഡൈഇലക്ട്രിക് മീഡിയം ഉള്ളത് ഈ രൂപത്തിലാണ്. ഒരു ഭാഗം ഒരു ഡൈഇലക്ട്രിക് മീഡിയവും മറ്റേ ഭാഗം വേറെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം. അപ്പോൾ ഈ രൂപത്തിൽ വരുമ്പോൾ, ഈ രൂപത്തിൽ ഒരു കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, ഒരു ഭാഗം ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1, രണ്ടാമത്തെ ഭാഗം വേറെ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2. അപ്പോൾ ഈ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 2 കപ്പാസിറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ രൂപത്തിൽ വരും 2 കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെ ഇതൊരു കപ്പാസിറ്റർ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 കപ്പാസിറ്ററും പാരലൽ ആയിട്ടാണ് വരിക. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നിങ്ങൾക്കറിയാം C = C1 + C2. ഇനി നോക്കുക, ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ള പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ ഈ രൂപത്തിലാണ് ഡൈഇലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ രൂപത്തിലാണ് ഡൈഇലക്ട്രിക് മീഡിയം നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതായത് K1 ഇവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2. അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 2 കപ്പാസിറ്റർ ആയിട്ട് മാറ്റാം. അപ്പോൾ ഇതിനെ നമ്മൾ 2 കപ്പാസിറ്റർ ആയിട്ട് മാറ്റുകയാണ്. ആ 2 കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ ആയിട്ട് വരും ഈ രൂപത്തിൽ. അപ്പോൾ ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K1, ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K2 ഈ രൂപത്തിൽ. അപ്പോൾ ഈ 2 കപ്പാസിറ്റേഴ്സ് വരിക സീരീസ് കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇവിടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക C =
ഇവിടെ 1 by C equal to 1 by C1 plus 1 by C2 ഈ രൂപത്തിൽ വരും. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞത് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് പറയേണ്ടത് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ നിങ്ങൾ വേറൊരു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ, അവിടെ കപ്പാസിറ്ററിൻ്റെ കോമൺ പൊട്ടൻഷ്യൽ V equal to ഇക്വേഷൻ വരിക ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 plus Q2, ഫസ്റ്റ് കപ്പാസിറ്ററിലുള്ള ചാർജ് ബൈ പ്ലസ് സെക്കൻഡ് കപ്പാസിറ്ററിലുള്ള ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ് വരും. ടോട്ടൽ കപ്പാസിറ്റൻസ് വരിക C1 plus C2. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഇനി കോമൺ പൊട്ടൻഷ്യലിന് വേറെ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. കോമൺ പൊട്ടൻഷ്യൽ വേണമെങ്കിൽ V equal to നമുക്ക് എഴുതാൻ പറ്റും. V equal to C1V1 plus C2V2 divided by C1 plus C2. ഈ രൂപത്തിലും എഴുതാം. കോമൺ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള രണ്ട് ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ സിറ്റുവേഷനിൽ തന്നെ ഇപ്പോൾ ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ഒരു ന്യൂട്രൽ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതും എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ലോസ് ഓഫ് എനർജി വരിക. ലോസ് ഓഫ് എനർജി വരിക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 C2 ഡിവൈഡഡ് ബൈ C1 plus C2 into V1 minus V2 whole square വരും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ലോസ് ഓഫ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യാണ്. ഈ ചാപ്റ്ററിലെ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ വരുന്നത് 3 ഏരിയ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഈക്വൽ ടു -del V. അപ്പോൾ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസും അതേപോലെ പാരലൽ കോമ്പിനേഷൻ. കപ്പാസിറ്റേഴ്സ് സീരീസ് കോമ്പിനേഷന്, പാരലൽ കോമ്പിനേഷൻ, ഇഫക്റ്റീവ് കപ്പാസിറ്റി. പിന്നെ അവിടെ ഡൈഇലക്ട്രിക് മീഡിയം പല രൂപത്തിൽ ഫില്ല് ചെയ്താൽ, അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ പറഞ്ഞു അവിടെ നമുക്കത് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. വേറൊരു സിറ്റുവേഷൻ പറഞ്ഞു അവിടെ സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ന്യൂട്രൽ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ കോമൺ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ. കോമൺ പൊട്ടൻഷ്യലുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതി. പിന്നെ അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് എനർജി ലോസ്. അപ്പോൾ എനർജി ലോസും നമ്മൾ ഇക്വേഷൻ എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് തിയറി പാർട്ട് എൻട്രൻസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, തിയറി. അപ്പോൾ ആ എൻട്രൻസ് ചോദിക്കുന്ന ഏരിയൻ്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ പ്രോബ്ലം ഡിസ്കഷനിലേക്ക് പോവാണ്. ഓക്കെ, പ്രോബ്ലം ഡിസ്കഷനിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ റൊട്ടേറ്റിംഗ് എ പോയിന്റ് ചാർജ് ഹാവിംഗ് എ ചാർജ് Q അറൗണ്ട് എ ചാർജ് ക്യാപിറ്റൽ Q ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R, ദ വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ചാർജ് ചെറിയ ചാർജാണ്, അറൗണ്ട് എ ചാർജ് ക്യാപിറ്റൽ Q. അപ്പോൾ നമ്മളെ സിറ്റുവേഷൻ നോക്കുക. അപ്പോൾ ഇതൊരു വലിയ ചാർജ് ക്യാപിറ്റൽ Q. ഇതിൻ്റെ ചുറ്റും നമ്മൾ അപ്പോൾ ഒരു വലിയ ചാർജ് ക്യാപിറ്റൽ Q. ഇതിൻ്റെ ചുറ്റും നമ്മളൊരു വലിയ ചാർജ് റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്, ഒരു സ്മോൾ Q. അപ്പോൾ ഒരു ചെറിയ ചാർജ് ഈ വലിയ ചാർജിൻ്റെ മുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കാം,
ഇവിടെ പറഞ്ഞിട്ടുള്ള റൊട്ടേറ്റിംഗ് പോയിന്റ് ചാർജ് ഹാവിംഗ് ചാർജ് Q അറൗണ്ട് എ ചാർജ് ക്യാപിറ്റൽ Q ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് R. അപ്പോൾ റേഡിയസ് ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ R ആണ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ പ്രത്യേകത, ഈ സർക്കിളിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ ഈ ചാർജിനെ നിങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ എല്ലാ പോയിന്റിലും സെയിം ആണ്. അപ്പോൾ വർക്ക് ഡൺ വരിക, നിങ്ങൾ പഠിച്ചതാണ്, വർക്ക് ഡൺ W ഈക്വൽ ടു Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ Q ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ സർക്കിളിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. അപ്പോൾ നമ്മളെ വർക്ക് ഡൺ 0 വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വരും. ഇതാണ് ആൻസർ വരും. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. At a certain distance from a point charge, the electric field is 500 volt per meter and the potential is 3000 volt. What is the distance? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. പൊട്ടൻഷ്യൽ നോക്കുക, പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ എടുത്താൽ E/V ഈക്വൽ ടു 1/r. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് R ഈക്വൽ ടു, ഇക്വേഷൻ വരിക R ഈക്വൽ ടു V/E വരും. അപ്പോൾ നമ്മളെ ആൻസർ വരിക V എത്രയാണ്? 3000 ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് 500. അപ്പോൾ ആൻസർ വരിക 6 ആണ്. അപ്പോൾ 6 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 27 identical drops of mercury are charged simultaneously with the same potential of 10 volt. Assuming the drop to be spherical, if all the charged drops are made to combine to form one large drop, then its potential will be. അപ്പോൾ ചെറിയ ഡ്രോപ്പ് കമ്പൈൻ ചെയ്തിട്ട് വലിയ ഡ്രോപ്പ് ഫോം ചെയ്യാം. അങ്ങനെ ആവുമ്പോൾ വലിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ, അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. വലിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ വരിക V ഈക്വൽ ടു n⁻²/3 ഇൻറ്റു ചെറിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ. ചെറിയ ഡ്രോപ്പ്, സ്മോൾ ഡ്രോപ്പ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതങ്ങനെ ഒരു ഇക്വേഷനാണ്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡ്രോപ്പുകൾ നിങ്ങൾ കമ്പൈൻ ചെയ്തിട്ട്, ചാർജ്ഡ് ഡ്രോപ്പ് കമ്പൈൻ ചെയ്തിട്ട് വലിയ ഡ്രോപ്പാക്കി മാറ്റിയാൽ ആ വലിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ V ഈക്വൽ ടു n⁻²/3. n എത്രയാണ്? 27/2/3 ഇൻറ്റു ചെറിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ. ചെറിയ ഡ്രോപ്പിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 10. അപ്പോൾ നമ്മളെ ആൻസർ വരിക 27/1/3 എന്ന് പറഞ്ഞാൽ 3² 9. അപ്പോൾ 9 ഇൻറ്റു 10. അപ്പോൾ ആൻസർ വരിക 90 ആണ്. ഓക്കെ. അപ്പോൾ 90 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ നമ്മളെ ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ എ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ വരിക എ ആണ്. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2 charge plus Q and minus Q are situated at a certain distance. At the point exactly midway between them, electric field and potential. അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? അപ്പോൾ നോക്കുക നമ്മളെ സിറ്റുവേഷൻ ഉള്ളത് ഒരു +Q ചാർജ്, അതേപോലെ
ഒരു മൈനസ് ക്യൂ ചാർജ്. ഇവ തമ്മിലുള്ള സെപ്പറേഷൻ, ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, അതേപോലെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. ഇവ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. നമ്മളോട് ചോദിച്ചത് ഈ രണ്ട് ചാർജിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ എന്തായിരിക്കും സിറ്റുവേഷൻ. ഈ സെൻറ്ററിൽ നിങ്ങൾ നോക്കിയാൽ പ്ലസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് എവേ, മൈനസ് ക്യൂ ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂ ചാർജിലേക്ക്, നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ സെൻറ്ററിൽ രണ്ട് പോയിൻ്റ് കൊണ്ടുള്ള ചാർജ്, രണ്ട് പോയിൻ്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും സീറോ ആവില്ല. പിന്നെ പൊട്ടൻഷ്യൽ ഒന്ന് നോക്കുക. പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി k/r. അപ്പോൾ നോക്കുക, പ്ലസ് ക്യൂ ചാർജ് എന്ന സെൻറ്ററിലേക്കുള്ള ദൂരവും മൈനസ് ക്യൂ ചാർജ് എന്ന സെൻറ്ററിലേക്കുള്ള ദൂരവും സെയിം ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്താൽ kq ബൈ ടോട്ടൽ പൊട്ടൻഷ്യൽ ആഡ് ചെയ്താൽ k പ്ലസ് q/r പ്ലസ് k മൈനസ് q/r. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുക 0 ആണ്. അപ്പോൾ സെൻറ്ററിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് നോൺ സീറോ ആണ്. അപ്പോൾ നമ്മൾ ആൻസർ വരിക നാലാമത്തത് ഓപ്ഷൻ സി വരും. ഇലക്ട്രിക് ഫീൽഡ് നോട്ട് ഈക്വൽ ടു 0, ബട്ട് ഏത് 0 ആണ്? പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 5, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് 10 cm carrying a charge q. If the electric potential at distances 5 cm, 10 cm and 15 cm from the center of the spherical shell. അപ്പോൾ നമുക്കുള്ളത് ഒരു സ്പെറിക്കൽ ഷെല്ല്, ഒരു സ്പെറിക്കൽ ഷെൽ. ആ സ്പെറിക്കൽ ഷെല്ലിൽ ഒരു ചാർജ് ഉണ്ട് Q. ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ റേഡിയസ് R ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തത് 10 cm ആണ്. സ്പെറിക്കൽ ഷെല്ലിലുള്ള ചാർജ് Q ആണ്. നമ്മളോട് ചോദിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് 5 cm, 10 cm ആൻഡ് 15 cm. അപ്പോൾ 5 cm എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഇൻസൈഡ്, ഇൻസൈഡുള്ള ഒരു പോയിന്റ് 5 cm. പിന്നെ ചോദിച്ചത് 10 cm. 10 cm എന്ന് പറഞ്ഞാൽ സർഫസിൽ. മൂന്നാമത്തെ പോയിന്റ് 15 cm. 15 cm എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. അപ്പോൾ ഈ മൂന്ന് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്പെറിക്കൽ ഷെല്ലിൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിലും ഇൻസൈഡും സെയിം ആണ് വരിക. ഔട്ട്സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അപ്പോൾ ഇവിടെ ഇൻസൈഡും അതേപോലെ സർഫസിലുള്ള പൊട്ടൻഷ്യലും സെയിം ആണ്, V1 ആൻഡ് V2. അപ്പോൾ V1 ഈക്വൽ ടു V2 ആണ്. ഇനി ഔട്ട്സൈഡുള്ള പൊട്ടൻഷ്യൽ, ഔട്ട്സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും, കാരണം ഡിസ്റ്റൻസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും. അപ്പോൾ V3 കുറവാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മളെ ഓപ്ഷൻ വരിക. V1 ഈക്വൽ ടു V2, അത് ഏതിനേക്കാണെങ്കിൽ ഗ്രേറ്റർ ആണ്, V3നേക്കാണ്. അപ്പോൾ നമ്മളെ ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ് വരിക. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ക്വസ്റ്റ്യനിൽ the electric potential V is given as a function
of distance x, v equal to 5x square plus 10x minus 9. Value of electric field at x equal to 1 is. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രൻസ് ബേസ്ഡ് ആയിട്ട് എൻട്രൻസിൽ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുക, ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇക്വേഷൻ വരിക ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് dv by dx. അതേസമയം ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ എക്സും വൈയും സെഡും ഉണ്ടെങ്കിൽ ഇക്വേഷൻ വരിക നമ്മൾ നേരത്തെ പറഞ്ഞ ജനറൽ ഇക്വേഷൻ ഈക്വൽ ടു മൈനസ് ഡെൽ വി. അപ്പോൾ അവിടെ നിങ്ങൾ ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ സെഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇവിടെ ആകുമ്പോൾ ഡയറക്റ്റ് ആണ്, സുഖമാണ്. ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡി വി ബൈ ഡി എക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ വരിക വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ വിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് 5x സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് 5x സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ 10x പ്ലസ് 10xൻ്റെ ഡിഫറൻഷ്യൽ 10 മൈനസ് 9ൻ്റെ ഡിഫറൻഷ്യൽ 0. ഇനി നമ്മൾ ചോദിച്ച ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ വരിക മൈനസ് 10 മൈനസ് 10. അപ്പോൾ ആൻസർ വരിക മൈനസ് 20. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണ് വരിക. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ എ വരും, ആൻസർ വരിക മൈനസ് 20. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ ഐഡൻറ്റിഫൈ ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്തതിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നോക്കുക, അതിലെ ഒന്നാമത്തെ ഓപ്ഷൻ ഇൻസൈഡ് എ ചാർജ്ഡ് ഓർ ന്യൂട്രൽ കണ്ടക്ടർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് 0. അത് ട്രൂ ആണ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൽ അല്ലെങ്കിൽ ന്യൂട്രൽ കണ്ടക്ടറിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ് വരുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ മസ്റ്റ് ബി ടാൻജൻഷ്യൽ ടു ദ സർഫസ്. അപ്പോൾ അത് തെറ്റാണ്. ഒരു കണ്ടക്ടറിൻ്റെ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് നോർമൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പോൾ നമ്മളെ ആൻസർ വരിക ബി ആണ്. ഇനി നോക്കുക, ഇതിൽ സിയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നോക്കുക. ദർ ഈസ് നോ നെറ്റ് ചാർജ് അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അതും ട്രൂ ആണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് വരിക. അപ്പോൾ 7th ക്വസ്റ്റ്യന് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക, ഇലക്ട്രിക് ചാർജസ് ഓഫ് 10 മൈക്രോകൂളം, 5 മൈക്രോകൂളം, -3 മൈക്രോകൂളം ആൻഡ് 8 മൈക്രോകൂളം പ്ലേസ്ഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് √2 മീറ്റർ. അപ്പോൾ നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഈ സ്ക്വയറിൽ കോർണറിൽ ചാർജ് പ്ലേസ് ചെയ്തത്, അപ്പോൾ ഇവിടെ 10 മൈക്രോകൂളം, ഈ ലൊക്കേഷനിൽ 5 മൈക്രോകൂളം, ദെൻ -3 മൈക്രോകൂളം, ദെൻ 8 മൈക്രോകൂളം. ഇനി ഈ സ്ക്വയറിൻ്റെ സൈഡ് √2 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ആണ്. അപ്പോൾ ഒരു കോർണറിന് സെൻറ്ററിലേക്കുള്ള ദൂരം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ഡയഗണൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് കിട്ടാൻ ഈ ഡയഗണലിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കിട്ടാൻ നിങ്ങൾക്കറിയാം √2 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ. √2 സ്ക്വയർ 2 പ്ലസ് √2 സ്ക്വയർ 2. അപ്പോൾ √4 എന്ന് പറയുമ്പോൾ 2 വരും.
അപ്പോൾ ഇനി അതിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം അപ്പോൾ 1 ആണ് വരിക. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ ചാർജിൻ്റെ കേസിലും വരിക. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ. ടോട്ടൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എല്ലാ കേസിലും 2 പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്കറിയാം പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വരുന്നത് KQ/R ആണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കുമ്പോൾ K കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുക്കാം. അതേപോലെ എല്ലാ കേസിലും Rഉം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബാക്കി ഇൻസൈഡ് ഉണ്ടാവുക ചാർജാണ്. ചാർജ് വരിക 10 + 5, അതേപോലെ -3, പിന്നുള്ളത് +8. അപ്പോൾ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ Kൻ്റെ വാല്യൂ വരിക 9 × 10⁻⁹. R വരിക 1 മീറ്റർ ആണ്, നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ /1 ഇൻറ്റു ഈ ചാർജ് നിങ്ങൾ ആഡ് ചെയ്താൽ കിട്ടുക 10 + 5 15, 15 - 3 12, 12 + 8 20. ഇനി ശ്രദ്ധിക്കേണ്ടത് ചാർജ് ഒക്കെ മൈക്രോ കൂളത്തിലാണ്. അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇൻറ്റു 10⁻⁻6. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 9 × 2 വരിക 18 അല്ലേ. 18 ഇൻറ്റു ഇവിടെ ഒരു 10 ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് എടുക്കുക. അപ്പോൾ 10⁻⁻5, 10⁻⁻5ഉം 10⁻⁹ അപ്പോൾ ആൻസർ വരിക 10⁻⁴ വരും. അപ്പോൾ 18 × 10⁻⁴ വരും. അതല്ലെങ്കിൽ ഇത് വരിക 1.8 × 10⁵. അപ്പോൾ നമ്മളെ ആൻസർ വരിക ഇവിടെ നിങ്ങൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കിയാൽ ഇത് കൊടുത്തത് സെയിം ആണ്. അപ്പോൾ അതിൽ ഒരു ഓപ്ഷൻ നിങ്ങൾ ഈ ആൻസർ ആക്കി എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി എടുക്കാം. സിയിൽ നിങ്ങൾ ചെറിയ മാറ്റം വരുത്തുക, 1.8 × 10⁵ ആക്കി മാറ്റുക. ഓക്കെ. അപ്പോൾ നമ്മളെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരിക സി ആണ്. ഇനി നോക്കുക 9ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ 2 positive point charges 12 microcoulomb and 8 microcoulomb are 10 cm apart. The work done in bringing them 4 cm closer. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ 2 ചാർജാണ് ഉള്ളത്. 2 ചാർജും ആദ്യം 10 cm ഡിസ്റ്റൻസിലാണ്. പിന്നെ നിങ്ങൾ അതിനെ 4 cm ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസമാണ്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ നോക്കുക. 12 മൈക്രോകൂളം അതേപോലെ 8 മൈക്രോകൂളം. ഇവ തമ്മിലുള്ള ദൂരം 10 cm ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി വരിക U = K × Q/R, Q1 Q2/R. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇവിടെ K × Q1 Q2 12 × 8 വരും, ഡിവൈഡഡ് ബൈ R. 10 cm വരും. 10 cm മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.1. അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ ഇതേ 12 മൈക്രോകൂളം അതേപോലെ 8 മൈക്രോകൂളം എത്ര ഡിസ്റ്റൻസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് 4 സെൻറ്റിമീറ്ററിലേക്കാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം U'. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരിക K × Q1 Q2 12 × 8 ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ 4 സെൻറ്റിമീറ്റർ. 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക 0.04 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടു ഫസ്റ്റ് കേസിൽ 12 × 8. അവിടെ നമ്മളൊരു കാര്യം വിട്ടു, ചാർജ് മൈക്രോ കൂളത്തിലാണ്. അപ്പം 10⁻⁻6 × 10⁻⁻6 അപ്പോൾ വരിക 10⁻⁻12. അതേപോലെ തന്നെ ഇവിടെ 12 × 8 × 10⁻⁻6 10⁻⁻6 അപ്പോൾ 10⁻⁻12. അപ്പോൾ രണ്ട് സിറ്റുവേഷനിലെയും പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടു.
അപ്പോൾ ഇനി നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ വ്യത്യാസം കണ്ടാൽ മതി. അപ്പോൾ യു ഡാഷ് മൈനസ് യു. അപ്പോൾ രണ്ടിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ടേംസുകൾ ഔട്ട്സൈഡിലേക്ക് എടുക്കാം. കോമൺ ആയിട്ടുള്ള ടേം ഔട്ട്സൈഡ് എടുത്താൽ വരിക കെ കോമൺ ആണ്. 12 into 8 കോമൺ ആണ്. 12 into 8 എത്രയാണ് വരിക? 16 96 അല്ലേ? അപ്പോൾ കെ ഇൻറ്റു 96 നിങ്ങൾക്ക് ഔട്ട്സൈഡ് എടുക്കാം. അതേപോലെ 10⁻⁻12 ഔട്ട്സൈഡ് എടുക്കാം. ബാക്കി ഉണ്ടാവുക 1/0.1 പ്ലസ് 1/0.04 വരും. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കെൻ്റെ വാല്യൂ വരിക 9 into 10⁻⁹. കെൻ്റെ വാല്യൂ വരിക 9 into 10⁻⁹. 96 into 10⁻⁻12 into പിന്നെ വരിക 1/0.1 പ്ലസ് 1/0.04. അപ്പോൾ 1/0.1 എന്ന് പറഞ്ഞാൽ 10 വരും അല്ലേ? പ്ലസ് 1/0.04 എന്ന് പറഞ്ഞാൽ 100/4. 100/4 25. അപ്പോൾ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ ആൻസർ വരിക 12.96 ജൂൾ വരും. 12.96 ജൂൾ. 12.96 ജൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയർലി 13 ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആൻസർ വരിക 13 ജൂളാണ്. 13 ജൂൾ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി വരും. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ അറിയാം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാരലൽ ഈക്വലി സ്പേസ്ഡ് ലൈൻ. ഈ പാരലൽ ഈക്വലി സ്പേസ്ഡ് ലൈൻസിൻ്റെ കേസിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, രണ്ടാമത്തത് ഇത് പ്ലനാർ സർഫസ് ആയിരിക്കണം. ഈ രൂപത്തിലാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. ഓക്കെ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുക. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് ഫ്ലാറ്റ്, അത് കറക്റ്റാണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് സ്ഫെറിക്കൽ, കറക്റ്റ് ആണോ? അല്ല, അത് തെറ്റാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, കറക്റ്റ് ആണ്. വർക്ക് ഡൺ ഈസ് 0. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ഡൺ 0 ആണ് വരിക. അപ്പോൾ നമ്മൾ ചോദിച്ചത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ്. തെറ്റായിട്ടുള്ള ഓപ്ഷൻ വരിക ഓപ്ഷൻ ബി ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഈസ് സ്ഫെറിക്കൽ. ഓക്കെ. അപ്പോൾ ഇവിടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൂ ആണ്. നമ്മളെ പിക്ചറിന്ന് ക്ലിയർ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യനിൽ two parallel plate capacitor of area A are separated by two different dielectric as shown in the figure. The net capacitance is. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആണ്. ഈ രൂപത്തിൽ കപ്പാസിറ്റേഴ്സ് വന്നാൽ ഇതിനെ നിങ്ങൾക്ക് രണ്ട് കപ്പാസിറ്റർ ആയിട്ട് എടുക്കാം. ഇതൊരു കപ്പാസിറ്റർ, അതേപോലെ അടുത്ത കപ്പാസിറ്റർ. ഈ രണ്ട് കപ്പാസിറ്ററും വരിക സീരീസ് കോമ്പിനേഷൻ ആയിട്ട് ഈ രൂപത്തിൽ. അപ്പോൾ ഇവിടെ K1 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. ഇവിടെ K2 എന്ന് പറഞ്ഞാൽ വരിക 2 ആണ് അല്ലേ? ദൂരം തന്നിട്ടുണ്ട്. ഇത് d/2 ആണ്, ഇതും d/2 ആണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് വരിക C1 ഈക്വൽ ടു K1
epsilon 0 A by D. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ വരിക K1 1 ആണ്, epsilon 0 A by, ഇവിടെ D എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ നോക്കുക, D അല്ല D by 2 ആണ്. അപ്പോൾ ഈ 2 മുകളിലോട്ട് വരും, അപ്പോൾ വരിക 2 epsilon 0 A by D വരും. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, C2 വരിക K2 into epsilon 0 A by D. ഇവിടെ D അല്ല വരിക D by 2 ആണ്. അപ്പോൾ K2 കാൽക്കുലേറ്റ് ചെയ്താൽ K2 വരിക 2 ആണ്, അപ്പോൾ 2 into epsilon 0 A by D by 2. D വരെ വരിക, ആ 2 മുകളിലോട്ട് പോകും. അപ്പോൾ ആൻസർ വരിക, ഇവിടെ വരിക 4 epsilon 0 A by D. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കപ്പാസിറ്റർ നമ്മൾ സീരീസ് ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക 1/C1 + 1/C2. അപ്പോൾ ഇതിൽ രണ്ടിൽ നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഔട്ട്സൈഡ് എടുക്കാം. കോമൺ ആയിട്ടുള്ളത് epsilon 0 A by D, ഡിനോമിനേറ്ററിലാണ് കോമൺ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ 1/epsilon 0 A by D ഇത് കോമൺ ആണ്. ബാക്കിയുള്ളത് വരിക 4, രണ്ടാമത്തെ കേസ്, ഫസ്റ്റ് കേസിൽ 2. അപ്പോൾ ടോട്ടൽ വരിക 6. അപ്പോൾ 6 into ഈ താഴെയുള്ള D മുകളിലോട്ട് വരിക 6D by epsilon 0 A. അപ്പോൾ നമ്മളെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക C equal to epsilon 0 A by 6D വരും. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ നോക്കുക, 1/C1 ആണ്, അപ്പോൾ 1/4 + 1/2 ആ വരിക. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 4 കോമൺ ആയിട്ട് എടുത്താൽ D by epsilon 0 A, 4 ഡിനോമിനേറ്ററിൽ കോമൺ ആയിട്ട് എടുത്താൽ 1 + 2 3 വരും. അപ്പോൾ നമ്മളെ ആൻസർ വരിക C equal to ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C equal to, അപ്പോൾ ഇത് 1/C ആണ് വരുന്നത്, അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C equal to 4 epsilon 0 A by 3D വരും. ഓക്കെ ആണോ? അപ്പോൾ നമ്മളെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് 1/epsilon 0 A by D into 1/4 + 1/2 ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, ഇനി അടുത്ത ക്വസ്റ്റ്യന്. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് വാല്യൂ 1 microfarad ഈസ് ചാർജ്ഡ് ടു 30 volt ആൻഡ് ദ ബാറ്ററി ഈസ് ദെൻ ഡിസ്കണക്റ്റഡ്. If it is connected to across a 2 microfarad capacitor, the energy lost by the system is. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ വേറൊരു കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ലോസ് ഓഫ് എനർജി വരുന്നത് half into C1 C2 divided by C1 plus C2 into V1 minus V2 whole square. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ വരിക half into C1 C2 ഏതാണ്? 1 into 2 ആണ്. അപ്പോൾ 2 വരും. 2 into 10⁻⁻6 into 10⁻⁻6 10⁻⁻12 വരും കേട്ടോ. താഴെ അത് എഴുതുന്നില്ല, താഴെ C1 plus C2 1 plus 2 3 വരും. അത് 3 into 10⁻⁻6. അപ്പോൾ 10⁻⁻12 മുകളിൽ 10⁻⁻6 താഴെ, അപ്പോൾ 10⁻⁻6 മുകളിൽ ബാക്കിയാവും ഇൻറ്റു V1 മൈനസ് V2. ഫസ്റ്റ് കപ്പാസിറ്റർ 30 volt ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ ന്യൂട്രലാണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല, പൊട്ടൻഷ്യൽ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പം ന്യൂട്രൽ ആയിട്ട് എടുക്കുക സ്ക്വയർ.
അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരിക 10 raised to minus 6 into 30 into 30 divided by 3. അപ്പോൾ ഇത് വരിക അപ്പോൾ ഇത് വരിക 300 into 10 raised to minus 6. 300 into 10 raised to minus 6. അപ്പോൾ വരിക 300 മൈക്രോ ജൂൾ. അപ്പോൾ ഇതാണ് എനർജി വരിക, ലോസ് ഓഫ് എനർജി. അപ്പോൾ നമ്മൾ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ വരിക ഓപ്ഷൻ എ. ഇനി നോക്കുക 13ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കുക. 13ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. In the adjoint figure, 4 capacitors are shown with their respective capacities and the potential difference applied. The charge and potential difference across the 4 microfarad capacitor. അപ്പോൾ ഇവിടെ ഈ 4 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള ചാർജും അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗറിനെ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫിഗറിൽ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഡാഷ് ആണെങ്കിൽ രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും വി ഡാഷ് ആണ്. കാരണം ഈ രണ്ട് 4 മൈക്രോഫാരഡ് കപ്പാസിറ്ററും പാരലലാണ്. അപ്പോൾ പാരലൽ ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഈ ഫിഗർ ഞാനൊന്ന് റീഡ്രോ ചെയ്യാണ്, നോക്കാം. അപ്പോൾ ഇത് 20, ഇത് 12, 300. ഈ രണ്ട് കപ്പാസിറ്റർ ഞാൻ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചെയ്താണ്. 4 കപ്പാസിറ്റർ പാരലലായിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ജസ്റ്റ് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ മാറുമോ? ഇല്ല, വി ഡാഷ് ആണ് വരിക. അപ്പോൾ നമുക്ക് വി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ വി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ സർക്യൂട്ടിനെ ഒന്നുകൂടി ഒന്ന് റീഡ്രോ ചെയ്യാം. സർക്യൂട്ട് റീഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഈ രൂപത്തിലാണ്. ഈ 3 കപ്പാസിറ്ററിനും കൂടി തുല്യമായ ഇക്വലൻ കപ്പാസിറ്റൻസ് എടുക്കാം. അപ്പോൾ ഇക്വലൻ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 3 കപ്പാസിറ്റർ സീരീസാണ്. അപ്പോൾ 1/C = 1/C1 + 1/C2 + 1/C3. ഈ രൂപത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ വരിക 1/C1 1/20 + 1/8 + 1/12. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക, ഇത് നിങ്ങൾ കോമൺ LCM വരിക 120. മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 31. അപ്പോൾ C വരിക 120/31. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റൻസ് കിട്ടി. ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 300 വോൾട്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള കപ്പാസിറ്ററിലുള്ള ചാർജ് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഫിഗർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ ചാർജ് Q ആണെങ്കിൽ ഇവിടെയും ചാർജ് Q ആവില്ല, ഇവിടെയും ചാർജ് Q ആണ്. കാരണം ഇത് മൂന്നും സീരീസാണ്. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് പറയുന്ന ഈ കപ്പാസിറ്ററിലും ചാർജ് Q ആണ് വരിക. അപ്പോൾ ഈ Q നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Q = ഏതാണ്? C × V ആണ്. C വരുന്നത് 120/31 മൈക്രോഫാരഡ് ആണ് വരിക. മൈക്രോ ഇൻറ്റു വോൾട്ടേജ് വരിക 300. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ചാർജ് കിട്ടും. 3 മൈക്രോ ജൂളാണ് വരിക. ഓക്കെ, അപ്പോൾ 120 × 300 / 31 3 മൈക്രോ ജൂൾ, മൈക്രോ കൂളം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വി ഡാഷ് ആണ്. വി ഡാഷ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും?
Q equal to CV ആണ്. അപ്പോൾ V dash എന്ന് പറഞ്ഞാൽ Q by C ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, V dash എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചാർജ് Q ആണ്, C 8 ആണ്. അപ്പോൾ ചാർജ് നമുക്കറിയാം, നേരത്തെ കണ്ടു, 120 into 300 മൈക്രോ കൂളോം ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് വരുന്നത് 8 into 8 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 8 into 10 raised to minus 6. അപ്പോൾ ഈ 10 raised to minus 6ഉം ഈ മൈക്രോയും കട്ട് ചെയ്തു. അപ്പോൾ V ഡാഷ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 145 വോൾട്ട് ആണ്. അപ്പോൾ നമ്മളെ ആൻസർ വരിക 145 വോൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് ശ്രദ്ധിക്കുക. ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 120 into 300 by 31. അപ്പോൾ ഇവിടെ ഒരു 31 ഡിനോമിനേറ്ററിലുണ്ട്, നമ്മൾ എഴുതാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ വരിക 120 into 300 120 into 300 ഡിവൈഡഡ് ബൈ 31 into 8. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറായി. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക 145 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു കറക്ഷൻ പറഞ്ഞത്, V ഡാഷ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ 31 എഴുതാൻ മറന്നു. അപ്പോൾ അങ്ങനെ 31 എഴുതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ 145 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ 145 വോൾട്ട് ഉള്ളത് നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവേണ്ട, ആൻസർ ഏത് ഓപ്ഷനായിട്ട് എടുത്താൽ മതി, ഡി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 14, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യനിൽ 2 identical capacitors, each of capacitance 5 microfarad, are charged to a potential 2 kilovolt and 1 kilovolt respectively. The negative ends are connected together. When the positive ends are also connected together, the loss of energy. അപ്പോൾ നമുക്ക് 2 കപ്പാസിറ്റർ ഉണ്ട്, രണ്ടും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 2 ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ, രണ്ടും ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തത് 2 കിലോ വോൾട്ട് ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തത് 1 കിലോ വോൾട്ട് ആണ്. അപ്പോൾ ഈ 2 കപ്പാസിറ്റർ നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് കണക്ട് ചെയ്തു, അതേപോലെ നെഗറ്റീവ് പ്ലേറ്റും കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ ചാർജ് ഫ്ലോ ചെയ്യും ഒരു കപ്പാസിറ്ററിൽ നിന്ന് മറ്റേ കപ്പാസിറ്ററിലേക്ക്. അപ്പോൾ ഇത് 2 കപ്പാസിറ്ററിൽ ഒരേ പൊട്ടൻഷ്യൽ ആകുന്നത് വരെ ഈ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഈ പ്രോസസ്സിൽ നമുക്കൊരു എനർജി ലോസ് ഉണ്ടാവും. എനർജി ലോസിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ വേറെ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ നമ്മൾ ലോസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, ലോസ് ഓഫ് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞു, ലോസ് ഓഫ് എനർജി ഈക്വൽ ടു, ലോസ് ഓഫ് എനർജി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലോസ് ഓഫ് എനർജി ഈക്വൽ ടു ഇക്വേഷൻ വരിക ½ ഇൻറ്റു C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറായി. ½ ഇൻറ്റു, രണ്ടും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ 5 ഇൻറ്റു 5 10 raised to minus 12 ഉണ്ടാവുക, ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പോൾ 5 പ്ലസ് 5 10 ഇൻറ്റു 10 raised to minus 6. അപ്പോൾ മൈനസ് 12 ന്യൂമറേറ്ററിൽ, 10 raised to minus 6 ഡിനോമിനേറ്ററിൽ, ഇൻറ്റു V1 മൈനസ് V2 സ്ക്വയർ. അപ്പോൾ 2 കിലോ വോൾട്ട് മൈനസ് 1 കിലോ വോൾട്ട്, അപ്പോൾ 1 കിലോ വോൾട്ട്. 1 കിലോ എന്ന് പറഞ്ഞാൽ 10 raised to 3, അത് സ്ക്വയർ ചെയ്താൽ 10 raised to 6. അപ്പോൾ ആൻസർ വരിക 25/2 ഇൻറ്റു 25/2 ഇൻറ്റു
Okay, 10 raised to minus 12, 10 raised to, about 10 raised to minus 6 ബാക്കിയോ ആ 10 raised to minus 6ഉം ഇതും ക്യാൻസൽ ആവും. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ബൈ 10 ഉണ്ട്. അപ്പോൾ 25/2 എന്ന് പറഞ്ഞാൽ 12.5 ബൈ 10. അപ്പോൾ നമ്മളെ ആൻസർ വരിക 1.25 വരും. അപ്പോൾ 1.25 ഉള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 14ാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, 1.25. ഇനി നോക്കുക 15ാമത്തെ ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റ്യനിലെ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 300 വോൾട്ട് ഈസ് അപ്ലൈഡ് ടു എ കോമ്പിനേഷൻ 2 മൈക്രോഫാരഡ് ആൻഡ് 8 മൈക്രോഫാരഡ് കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ്. ദ ചാർജ് ഓൺ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്കുള്ള സിറ്റുവേഷൻ 2 കപ്പാസിറ്റർ കണക്ട് ചെയ്ത് സീരീസ് ആയി. എത്ര വോൾട്ടിലാണ് കണക്ട് ചെയ്തത്? 300 വോൾട്ട്. 300 വോൾട്ടും ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇത് 2 മൈക്രോഫാരഡ് ആണ്, മറ്റേത് 8 മൈക്രോഫാരഡ് ആണ്. 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. ദ ചാർജ് ഓൺ 2 മൈക്രോഫാരഡ് കപ്പാസിറ്റർ. 2 മൈക്രോഫാരഡ് കപ്പാസിറ്ററിലെ ചാർജാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഈ 2 കപ്പാസിറ്റർ സീരീസ് ആയതുകൊണ്ട് ചാർജ് സെയിം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുക്കാം. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുത്താൽ ഈ രൂപത്തിൽ. ഇപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക, സീരീസ് കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ വോൾട്ടേജ് 300 ആണ്. കപ്പാസിറ്റൻസ് ഞാൻ തൽക്കാലം സി എന്ന് കൊടുക്കുകയാണ്. ചാർജിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല, ചാർജ് ക്യൂ തന്നെയാണ് വരിക. അപ്പോൾ ഈ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1/c = 1/c1 + 1/c2. അപ്പോൾ ഇവിടെ 8 കോമൺ ആയിട്ട് എടുത്താൽ 4 + 1 അല്ലേ? അപ്പോൾ വരിക 5/8. അപ്പോൾ സി വരിക 8/5. അപ്പോൾ നിങ്ങൾ ക്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ ക്യൂ = CV. അപ്പോൾ 8/5 × വി എത്രയാണ്? 300. അപ്പോൾ ഇത് വരിക 8 × 300/5. അപ്പോൾ 60 വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 480 വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, കപ്പാസിറ്റൻസ് നമ്മൾ 8/5 കണ്ടു, അത് മൈക്രോഫാരഡിലാണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻6. അപ്പോൾ ഇവിടെ ഇൻറ്റു 10⁻⁻6. അപ്പോൾ 480 × 10⁻⁻6. 480 × 10⁻⁻6 എന്ന് പറഞ്ഞാൽ 4.8 × 10⁻⁻4. അപ്പോൾ നമ്മളെ ആൻസർ വരിക 4.8 × 10⁻⁻4 ആണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 15 ഓപ്ഷൻ ബി ആണ് വരും. 15ാമത്തത് ഓപ്ഷൻ ബി. ഇനി നോക്കുക 16ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പതിനാറാമത്തെ ക്വസ്റ്റ്യനിൽ എ കപ്പാസിറ്റർ ഓഫ് 20 മൈക്രോഫാരഡ് ഈസ് ചാർജ്ഡ് ടു 500 വോൾട്ട് ആൻഡ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അനദർ കപ്പാസിറ്റർ ഓഫ് 10 മൈക്രോഫാരഡ് ആൻഡ് ചാർജ്ഡ് ടു 200 വോൾട്ട്. ദ കോമൺ പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു കപ്പാസിറ്റർ വേറെ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്താൽ അവിടെ കോമൺ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ. കോമൺ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ വോൾട്ടേജ് ആണ് തന്നത്. അപ്പോൾ വോൾട്ടേജിലുള്ള ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ C1V1 + C2V2 ഡിവൈഡഡ് ബൈ C1 + C2 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ C1 20 മൈക്രോ നമ്മൾ ലാസ്റ്റ് എഴുതാണ്. 20 ഇൻറ്റു വേണമെങ്കിൽ ഇപ്പോൾ എഴുതാം 20 × 10⁻⁻6 V1 500 വോൾട്ട് പ്ലസ് C2 വരിക 10 × 10⁻⁻6 into V2 വരിക 200 divided by C1 + C2. C1 + C2 വരിക 20 + 10 30. അപ്പോൾ 30 × 10⁻⁻6. അപ്പോൾ 10⁻⁻6 എല്ലാത്തിലും ക്യാൻസൽ ആവും. അപ്പോൾ 20 × 500 plus 10 × 200 divided by
30. അപ്പോൾ ഒരു 0 എല്ലാത്തിൽ ക്യാൻസൽ ആവും. അപ്പോൾ നമ്മളെ ആൻസർ വരിക 1000 plus 200 divided by 3. അപ്പോൾ ആൻസർ വരിക 40 ആണ്. സോറി 1000 plus 200 by 3. അപ്പോൾ ആൻസർ വരിക 400. അപ്പോൾ നമ്മളെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യന് ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. ഈ 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പതിനേഴാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലേ. In the circuit shown in the figure, the potential difference across the 4.5 microfarad. അപ്പോൾ അവിടെ 4.5 മൈക്രോഫാരഡിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫിഗർ ഞാനൊന്ന് റീഡ്രോ ചെയ്യാണ്. 4.5 ഓക്കെ, ഇത് 3ഉം 6ഉം പാരലൽ ആയിട്ടാണ്. 3ഉം 6ഉം നോക്കുക, പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരാം, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പം 9. പിന്നെ നമുക്ക് തന്നിട്ടുള്ള വോൾട്ടേജ് 12 വോൾട്ട്. 12 വോൾട്ടും ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് 4.5 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യലാണ്. നിങ്ങൾക്കറിയാം സീരീസ് കോമ്പിനേഷനിൽ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ആൻസറിലേക്ക് എത്താം. ശ്രദ്ധിക്കാം, ഇവിടെ 4.5 ആണ്, ഇവിടെ 9 ആണ്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ നേരെ ഡബിളാണ് ഇവിടെ. അപ്പോൾ പൊട്ടൻഷ്യൽ വരെ നേരെ പകുതിയാണ്. അപ്പോൾ ഇത് ഞാൻ 8 കൊടുത്താൽ ഇത് വരേണ്ടത് 4 ആണ്, പകുതി. ഇനി അതേസമയം ഈ രണ്ട് പൊട്ടൻഷ്യലും കൂടി നിങ്ങൾ ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടുകയും വേണം. ടോട്ടൽ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ നമുക്ക് വേണ്ടത് 12 ആണ്. അപ്പോൾ 8 + 4 12 വരും. അപ്പോൾ നമ്മളെ ആൻസർ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആണ് വരുന്നത്. ചാർജ് സെയിം ആകുമ്പോൾ കപ്പാസിറ്റൻസ് കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയുക ചെയ്യുക. ഏത് ഇക്വേഷൻ പ്രകാരം? Q = CV. കപ്പാസിറ്റൻസ് കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയണം. Q = CV. കപ്പാസിറ്റൻസ് ഇവിടെ കൂടിയാൽ പൊട്ടൻഷ്യൽ കുറയണം. അപ്പം 9 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആകുമ്പോൾ പൊട്ടൻഷ്യൽ കുറയും 4.5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഒന്നിൻ്റെ ഡബിളാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അങ്ങനെ തന്നെ വരണം, നേരെ ഓപ്പോസിറ്റ് ഓർഡർ. ഇനി സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടുകയും വേണം. അപ്പോൾ 4.5 മൈക്രോഫാരഡിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 8 വോൾട്ടാണ്. 8 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൻസർ വരിക ഡി ആണ്, ഡോഗ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യനിൽ 4 capacitors of equal capacitance have an equivalent capacitance C1 when connected in series and equivalent capacitance C2 when connected in parallel. The ratio C1/C2. അപ്പോൾ നമുക്ക് 4 കപ്പാസിറ്റർ ഉണ്ട്, 4ഉം ഈക്വൽ ആണ്. ഫസ്റ്റ് അത് കണക്ട് ചെയ്തത് സീരീസ് ആയിട്ടാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇക്വലന്റ് കപ്പാസിറ്റൻസ് വരിക C/N ആണ്. ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സിൻ്റെ കേസ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ നമ്മൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ 1/C = 1/C1 + 1/C2 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 കപ്പാസിറ്റേഴ്സ് ആണ്, അപ്പോൾ C/4. രണ്ടാമത്തെ കേസിൽ C2 കണക്റ്റഡ് ഇൻ പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ n നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റർ ആണ്, NC എന്ന് വരും. ഇവിടെ 4 കപ്പാസിറ്റർ ആണ്, അപ്പോൾ N4. ഇനി നമ്മളോട് ചോദിച്ചത് C1/C2. അപ്പോൾ C1/C2 നിങ്ങൾ കണ്ടാൽ C/4/4C. അപ്പോൾ ആൻസർ വരിക 1/16 വരും. 1/16 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വരും. അപ്പോൾ 18ാമത്തത് ഓപ്ഷൻ ബി ആണ് വരും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തത്.
19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3 charges are placed at the vertices of an equilateral triangle. ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ നെറ്റ് പൊട്ടൻഷ്യൽ എനർജി? അപ്പോൾ നോക്കുക, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഓരോ കോർണറിലും ക്യൂ എന്നുള്ള ചാർജാണ്. ഇക്വിലാറ്ററലാണ്, അപ്പോൾ സൈഡ് ലെങ്ത് സെയിം ആണ്. നിങ്ങളോട് ചോദിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി വരെ നമുക്കറിയാം, 2 ചാർജ് ആണെങ്കിൽ KQ1 Q2/R. ഇനി 2ൽ കൂടുതൽ ചാർജ് ഉണ്ടെങ്കിൽ അത് എല്ലാ പെയറും നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് K/R നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ പിന്നെ വരിക Q1 Q2 പ്ലസ് Q1 Q3 പ്ലസ് Q2 Q3. ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ K/R ഇൻറ്റു ഇവിടെ Q1ഉം Q2ഉം Q3 ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇത് വരിക 3Q² എന്ന് വരും. അപ്പോൾ K വരിക 1/4πε0 3Q²/R വരും. ഓക്കെ, R എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഡിസ്റ്റൻസ് എല്ലാം. അപ്പോൾ നമ്മൾ ആൻസർ വരിക 1/4πε0 3Q²/L. അപ്പോൾ ഓപ്ഷൻ സി വരും. അപ്പോൾ 19ാമത്തത് ഓപ്ഷൻ സി ആണ് വരിക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 20ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കുക. എ റെഗുലർ ഹെക്സാഗൺ ഓഫ് സൈഡ് എ, എ ചാർജ് Q at each vertex, potential at the center of the hexagon. അപ്പോൾ നമുക്കൊരു ഹെക്സാഗൺ ശ്രദ്ധിക്കുക, ഒരു ഹെക്സാഗൺ. ഹെക്സാഗൺ. അപ്പോൾ എല്ലാ കോർണറിലും ചാർജ് Q ആണ്. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ. സെൻറ്ററിലുള്ള പൊട്ടൻഷ്യലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സൈഡ് ലെങ്ത് തന്നിട്ടുണ്ട് A ആണ്. A ആണ് സൈഡ് ലെങ്ത് എങ്കിൽ ഒരു ചാർജിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരവും A ആണ് വരിക. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ വരിക V = ഓരോന്നും എടുക്കുക. അപ്പോൾ 6 ചാർജ് ഉണ്ട്. അപ്പോൾ 6 ടൈംസ് KQ/A ആണ് വരിക. അപ്പോൾ നമ്മളെ ആൻസർ വരിക 6KQ/A. ഓപ്ഷൻ ഡി വരും. ഓക്കെ, എങ്ങനെ സേവ് ചെയ്യല്? സ്റ്റോപ്പ് എടുത്താൽ